ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 20 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 21-ാമത്തെ ശ്ലോകം നോക്കാം. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിൽ ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിർപുഷ്കലാഭിഃ. അമീർ സുരസംഘാഃ, അനേകം ദേവസംഘങ്ങൾ, ത്വാം വിശന്തിഃ, അങ്ങയിൽ പ്രവേശിക്കുന്നു. കേചിൽ, ചിലർ, പ്രാഞ്ജലയഃ, തൊഴുകൈയോടെ, ഭീതാഃ, ഭീതരായി, ഗൃണന്തി, പ്രാർത്ഥിക്കുന്നു. സ്വസ്തി ഇതി ഉക്ത്വാ, സ്വസ്തി അഥവാ ശാന്തി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മഹർഷി സിദ്ധസംഘാഃ, മഹർഷികളും സിദ്ധന്മാരും, ത്വാം അങ്ങയെ, പുഷ്കലാഭി സ്തുതിഭി, അർത്ഥപുഷ്ടിയുള്ള സ്തുതികൾ കൊണ്ട്, സ്തുവന്തി, സ്തുതിക്കുന്നു. അനേകം ദേവസംഘങ്ങൾ, ദേവതകൾ അങ്ങയിൽ പ്രവേശിക്കുന്നതായി ഞാൻ കാണുന്നു. അല്ലെങ്കിൽ അങ്ങയിൽ അനേകം ദേവതകളെ ഞാൻ കാണുന്നു. അതിൽ ചിലർ തൊഴുകൈയോടെ ഭീതരായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപൂർവം അങ്ങയുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേവതകൾ. ശാന്തി ഭവിക്കട്ടെ, സ്വസ്തി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷികളും സിദ്ധന്മാരും അങ്ങയെ അർത്ഥപുഷ്ടിയുള്ള സ്തുതികൾ കൊണ്ട് സ്തുതിക്കുന്നു. ഇതെല്ലാം അർജുനൻ കാണുകയാണ്. സകല ദേവതകളും അങ്ങയുടെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ടതായി കാണുന്നു, അഥവാ അങ്ങയുടെ ശരീരത്തിൽ ഉള്ളതായി ഞാൻ കാണുന്നു. വിവിധ ദേവതാസങ്കല്പങ്ങളെല്ലാം ആ ശരീരത്തിൽ അർജുനൻ കാണുകയാണ്. അതിൽ ചിലർ ഭയവിഹ്വലരായി അത്യധികം ഭക്തിയോടെ കൂപ്പുകൈകളോടെ അങ്ങയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. മഹർഷിമാരും സിദ്ധന്മാരും എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദിക സൂക്തങ്ങളാൽ, അർത്ഥപുഷ്ടിയുള്ള സ്തുതികളാൽ അങ്ങയെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം അർജുനൻ ഭഗവത് ശരീരത്തിൽ കാണുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സനാതന സംസ്കാരമനുസരിച്ച് നമുക്ക് ധാരാളം ദേവതാസങ്കല്പങ്ങളുണ്ട്. ഇവയെല്ലാം ഭഗവാന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കി. അല്ലാതെ ഇതൊന്നും വേറെ വേറെ ഈശ്വരന്മാരല്ല. ഈ ദേവതകളെന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ, ഒരേ ഈശ്വരൻ്റെ തന്നെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് ഈ വിവിധ ദേവതാസങ്കല്പങ്ങൾ. അതൊന്നുകൂടി ഉറപ്പിക്കുന്നതാണ് അർജുനൻ കണ്ട വിശ്വരൂപം. ഭഗവാന്റെ ആ ശരീരത്തിൽ ഈ ദേവതകളെയെല്ലാം അർജുനൻ ദർശിക്കുന്നു. എന്ന് വെച്ചാൽ ആ ദേവതകളെല്ലാം ഈശ്വരൻ്റെ, ഒരേ ആ ഈശ്വരൻ്റെ ഭാവങ്ങൾ തന്നെയാണ് എന്നാണ് ഇതിലൂടെ അർജുനൻ മനസ്സിലാക്കുന്നത്. സകല ദേവതകളെയും ഭഗവത് ശരീരത്തിൽ അർജുനൻ ദർശിക്കുകയാണ്. സകല ദേവതകൾ, ഋഷിവര്യന്മാർ, സിദ്ധന്മാർ, ഇവയെല്ലാം ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന
കാഴ്ച ഭഗവത് ശരീരത്തിൽ അർജുനൻ കാണുകയാണ്. അതാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. വീണ്ടും അർജുനൻ തൻ്റെ ആ വിശ്വരൂപ ദർശനത്തിൻ്റെ വർണ്ണന തുടരുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.